നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC നടത്തുന്ന LP UP പരീക്ഷയുടെ സിലബസാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസാണ് ഇവിടെ PSC നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് ചരിത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് 10 മാർക്കാണ് ചരിത്രത്തിനുള്ളത്. അതിൽ കേരള ചരിത്രം ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് കേരള ചരിത്രത്തിലുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എല്ലാ PSC പരീക്ഷകൾക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. പഴശ്ശി വിപ്ലവം, അതേപോലെ തന്നെ വേലുത്തമ്പിയും പാലിയത്തച്ഛനും കുറിച്യ കലാപം. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കുക. അത് കേരള നവോത്ഥാനത്തെ പറ്റി. ഓക്കെ, കേരള നവോത്ഥാനത്തെ പറ്റിയാണ് ഇനി അടുത്ത് പറയുന്നത്. അതിൽ വൈകുണ്ഠ സ്വാമികൾ, നമുക്കറിയാം കേരള നവോത്ഥാനത്തെ പറ്റി നമ്മൾ PSCക്ക് പഠിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേരുകൾ. വൈകുണ്ഠ സ്വാമികൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യങ്കാളി, അതുപോലെ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ. ഓക്കെ, ഇവരെ പറ്റിയെല്ലാം കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പറ്റുന്ന അനുസരിച്ച് ഞാൻ ഓരോ ക്ലാസ്സുകൾ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. അടുത്ത് ഉള്ളതാണ് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഇതൊക്കെ പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അടുത്ത ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതിൽ തിരുവിതാംകൂർ, അതുപോലെ കൊച്ചി, മലബാർ 3 പ്രദേശത്തുള്ള കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിവർത്തന പ്രക്ഷോഭം, പുനപ്ര വയലാർ സമരം. ഓക്കെ, ഇതൊക്കെ വളരെ കേരള ചരിത്രത്തെ സംബന്ധിച്ച് കേരള ദേശീയ പ്രസ്ഥാനത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ സമരങ്ങളൊക്കെ ആയിരുന്നു. അതുതന്നെ കൊച്ചിയിലോട്ട് വരുമ്പോൾ ഇലക്ട്രിസിറ്റി സമരം ഒരു വലിയൊരു ഇതായിരുന്നു. പിന്നെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, ഇതൊക്കെ കൃത്യമായിട്ട് ഇതേപോലെ ഓർഡർ അനുസരിച്ച് തന്നെ 8ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ, സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അടുത്ത് മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനം, അതേപോലെ തന്നെ മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനടുത്ത് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ അത് ഒരു വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഇതിനടുത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതിൽ നമുക്ക് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുണ്ട്. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനടുത്ത് ലോക ചരിത്രത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം നദീതട സംസ്കാരങ്ങൾ. നമുക്കറിയാം നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരം തുടങ്ങിയ നിരവധിയായിട്ടുള്ള സംസ്കാരങ്ങൾ നമുക്ക് നമ്മുടെ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇവയെ പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സംസ്കാരങ്ങളെ പറ്റി, ഓരോ സംസ്കാരങ്ങൾ എന്ന് ഉടലെടുത്തു എന്ന് തുടങ്ങിയിട്ട് ഓരോ സംസ്കാരങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ, ആരൊക്കെ കണ്ടെത്തി, എവിടെ കണ്ടെത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് 2 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ് പാർട്ട് 1 ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറയുന്നത്. ഇനി പാർട്ട് 2 രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത് ഭൂമിശാസ്ത്രമാണ്. ഓക്കെ, ഭൂമിശാസ്ത്രം, ജോഗ്രഫിയാണ് വരുന്നത്. അതിൽ ഭൂമിയുടെ ഭൂപ്രകൃതി, അതേപോലെ തന്നെ കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗ്ഗങ്ങൾ, അന്തരീക്ഷ ഘടന തുടങ്ങിയ കാര്യങ്ങളാണ് ഭൂമിശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത്. ഇത് വളരെ വ്യക്തമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിട്ടുള്ളത് കൃത്യമായി പഠിക്കുക. കൂടാതെ മറ്റു കാര്യങ്ങൾ, അഡീഷണൽ ഇൻഫർമേഷനും കാര്യങ്ങളും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത് സാമ്പത്തിക ശാസ്ത്രമാണ് വരുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാങ്കുകൾ,
അതിൽ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വാണിജ്യ ബാങ്കുകൾ, അതുപോലെ തന്നെ ബാങ്കുകളുടെ ദേശസാൽക്കരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാങ്കുകളുടെ ദേശസാൽക്കരണം അത് രണ്ട് മൂന്ന് തവണയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമുക്ക് പഠിക്കണം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന രാഷ്ട്രതന്ത്ര ശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇതിൽ ഇന്ത്യൻ ഭരണഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ സവിശേഷതകളും, പ്രധാനമായിട്ടും അതിൻ്റെ ആമുഖം, മൗലികാവകാശം, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം, അതായത് നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത് ഇന്ത്യയിലെ ഗവൺമെൻറ് അതിൽ ലോക്സഭ ഉൾപ്പെടുന്നുണ്ട്, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അവരുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ്, ആരാണ് അവർ തിരഞ്ഞെടുക്കുന്നത്, എത്ര കാലാവധിയാണ് അവരുടേത്, ഇങ്ങനെ തുടങ്ങിയ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെ, സുപ്രീം കോടതി, ഹൈക്കോടതി, ഇംപീച്ച്മെൻറ്റ് എന്താണ്, ഇവരെ പുറത്താക്കുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ ഒരു വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സാമൂഹിക ശാസ്ത്രം. പ്രധാനമായിട്ടും സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ കുടുംബം, അതുപോലെ തന്നെ സാമൂഹികരണം എന്ന് പറഞ്ഞിട്ട് ഒരു 2 ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബമായിട്ട് ബന്ധപ്പെട്ടതും സാമൂഹികരണമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ടോപ്പിക്കാണ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കറണ്ട് അഫയേഴ്സ് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് 2 മാർക്കാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഇതുമായിട്ടുള്ള, അപ്പം എല്ലാത്തിലും കറണ്ട് അഫയേഴ്സും മസ്റ്റായിട്ട് പഠിക്കുക. 5 മാർക്കിന് അതിൽ 2 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അടുത്ത പാർട്ട് 2-ലാണ്. അതിൽ വരുന്ന ഫസ്റ്റ് ഭൗതിക ശാസ്ത്രമാണ്, ഫിസിക്കൽ സയൻസ് ആണ്, ഇത് ഫിസിക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫിസിക്സിൽ ഉള്ളത്. ഭൗതിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന അളവുകളും അതുപോലെ തന്നെ യൂണിറ്റുകളുമാണ്. അളവുകളും യൂണിറ്റുകളും ആദ്യം വരുന്നുണ്ട്. പിന്നെ ചലനം, അതുപോലെ ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ. ഓക്കെ, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളിൽ കൃത്യമായിട്ട് SCR ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത തരംഗചലനം, ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജം, പവർ തുടങ്ങിയ കാര്യങ്ങൾ. അടുത്ത ഗുരുത്വാകർഷണം, അതുപോലെ ദ്രവബലങ്ങൾ, സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, അതേപോലെ തന്നെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. അത് കാന്തിക, അതിന് വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം, അതായത് പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, ഊർജ്ജ പരിപാലനം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയും ഫിസിക്സിൽ പഠിക്കേണ്ടതുണ്ട്. ഇതിൽ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് 2 മാർക്ക് ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്ത പാർട്ട് 2 ആണ് വരുന്നത്. ഇതിൽ നമുക്ക് രസതന്ത്രം, കെമിസ്ട്രിയാണ്. 7 മാർക്കാണ് കെമിസ്ട്രി വരുന്നത്. നമ്മളിവിടെ ഭൗതിക ശാസ്ത്രത്തിന് 7 മാർക്കായിരുന്നു, അപ്പോൾ രസതന്ത്രത്തിന് 7 മാർക്കാണ്. നമ്മൾ ആദ്യം പഠിച്ചത് ചരിത്രത്തിന് 10 മാർക്കാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത് രണ്ടാമത് ഭൂമിശാസ്ത്രം, അതേപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, ഇതിനെല്ലാം കൂടെ 5 മാർക്കാണ്. ഇതിനെല്ലാം ഇൻക്ലൂഡിങ് എന്തുണ്ട്, കറണ്ട് അഫയേഴ്സും കൂടെ ഇൻക്ലൂഡ് ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത് രസതന്ത്രം പറയുകയാണെങ്കിൽ അതിൽ രാസമാറ്റങ്ങൾ, അതേപോലെ തന്നെ ഭൗതിക മാറ്റങ്ങൾ പറ്റി പഠിക്കണം. ആറ്റത്തിൻ്റെ ഘടന, അതുപോലെ തന്നെ രാസബന്ധനം, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ, അതുപോലെ ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, അതുപോലെ തന്നെ രാസപ്രവർത്തന വേഗം, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ലോഹങ്ങൾ, ലോഹ നിർമ്മാണം, അതുപോലെ തന്നെ അലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിയം, രാസപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് രസതന്ത്രത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്നാൽ കറണ്ട് അഫയേഴ്സും ഇതിൽ 2 റിലവൻ്റ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട 2 മാർക്കിന് കറണ്ട് അഫയേഴ്സും ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത് ജീവശാസ്ത്രം, ബയോളജിയാണ്. ബയോളജിയിൽ നിന്ന് 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ബേസിക്കായിട്ട് എല്ലാ പരീക്ഷകൾക്കുള്ള അതേ ഇത് തന്നെയാണ്, ടോപ്പിക്കുകൾ തന്നെയാണ്. അതായത് കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതക ശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം, അതുപോലെ തന്നെ ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യപരിപാലനവും, വിറ്റാമിനുകൾ, മിനറലുകൾ, അതുപോലെ തന്നെ എൻസൈമുകൾ, ഹോർമോണുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത് പാർട്ട് 3, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡാണ് 2 മാർക്ക്. സിമ്പിൾ അരിത്തമാറ്റിക്കാണ്. നമുക്കൊരു മാത്സിൻ്റെ ഭാഗത്തുനിന്ന് സിമ്പിൾ ആയിട്ടുള്ള അരിത്തമാറ്റിക്കും കാര്യങ്ങളുമാണ് ഇതിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും അതുപോലെ വർഗ്ഗമൂലവും, ശരാശരി, അതേപോലെ തന്നെ പാറ്റേണുകൾ, മാനസിക ശേഷി, അതേപോലെ തന്നെ സംഖ്യാശ്രേണികൾ. അടുത്ത അനുപാതം അല്ലെങ്കിൽ അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, കോണുകൾ, പലിശ, കൂട്ടുപലിശ, ജ്യാമിതി, ഘനരൂപങ്ങൾ, ചെറുപൊതുഗുണിതവും വൻപൊതു ഘടകവും, ലാഭം,
അല്ലെങ്കിൽ നഷ്ടം, ലാഭം ഓർ നഷ്ടം, വിൽപ്പന, മെട്രിക്, അളവുകൾ, സർവ സമവാക്യങ്ങൾ, ബീജഗണിതം, സാംഖ്യികം. ഓക്കെ, നമുക്കിതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാമോ? നമുക്ക് ഈ മാത്സും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് പഠിക്കാം. ഇനി അടുത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർ പാർട്ടാണ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. കാരണം അധ്യാപകന് പരീക്ഷകളിൽ വളരെ ഒഴിച്ചുകൂടാനാത്ത ഒന്നാണ് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് നിന്ന് പാർട്ട് 4 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഡിഫറെൻ്റ് അപ്രോച്ചസ് ഇൻ ലേണിങ്ങിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ള പഠിക്കണം. അതുപോലെ തന്നെ നിയമങ്ങൾ, സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കുക. മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, ഘടനാവാദം മുതൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം വരെയുള്ള മനഃശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങൾ പഠിക്കുക. അടുത്ത വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും അതിനെപ്പറ്റി പഠിക്കുക. അതുപോലെ തന്നെ മനഃശാസ്ത്ര പരീക്ഷണങ്ങളെ പറ്റി പഠിക്കുക. ബുദ്ധിയെ തന്നെ ബഹുമുഖ ബുദ്ധിയെന്നും വൈകാരിക ബുദ്ധി, സാങ്കല്പികം വരെ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. അടുത്ത വ്യക്തിത്വം, അതേപോലെ തന്നെ വികാസ തലങ്ങൾ, വികാസ തത്വങ്ങൾ, വൈജ്ഞാനിക വികാസം, അതേപോലെ തന്നെ സാമൂഹിക വികാസം, സാത്മാർഗിക വികാസം, അതുപോലെ തന്നെ പാരമ്പര്യവും പര്യാവരണവും, അതായത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, അവിഷാമതാ പരീക്ഷകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്, അഭിപ്രേരണ, മോട്ടിവേഷൻ, അതുപോലെ തന്നെ സമായോജന ക്രിയാതന്ത്രങ്ങൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികൾ, ഇതൊക്കെ നിങ്ങൾ BEdന് പഠിച്ച കാര്യങ്ങളാണ്. അടുത്ത കേരള പാഠ്യചട്ടക്കൂട്, നമുക്ക് അറിയാം SCERT കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, അതുപോലെ തന്നെ പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. DLED സിലബസുമായിട്ട് അടിസ്ഥാനമാക്കിയാണ് വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി. കാരണം LP UP കുട്ടികളെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BEdലുള്ളതല്ല, ഈ DLED ബന്ധപ്പെട്ടാണ്. അടുത്ത് പഠന വൈകല്യങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റീസ്, അടുത്ത് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, അടുത്ത് കുട്ടികളുടെ അറിവ് നിർമ്മാണവും, അതേപോലെ തന്നെ പഠന രീതികൾ, വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖകൾ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തെ പറ്റി പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയാം. ഇനി പാർട്ട് 5 നമുക്ക് ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷാണ്. 10 മാർക്കാണ് വരുന്നത്. ഓക്കെ, 10 മാർക്കാണ് വരുന്നത്. ഇവിടെ ലാംഗ്വേജ് കോംപ്രഹെൻഷനാണ് വരുന്നത്. ആൻ അൺഫെമിലിയർ പാസേജ് ഈസ് ഗിവൺ ടു ചെക്ക് ഫാക്ച്വൽ, ഇൻഫർഷ്യൽ, അനലിറ്റിക്കൽ ആൻഡ് വാല്യുവേറ്റ് കോംപ്രഹെൻഷൻ. അപ്പോൾ ഇതിൽ വരുന്നത് നിങ്ങൾക്കൊരു പാസേജ് തരും, അതിന് നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്ത് ഫാക്ച്വലും അതുപോലെ ഇൻഫറൻഷ്യലും അനലിറ്റിക്കലും ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അത് ഗ്രാമർ പാർട്ടിലുള്ള ആർട്ടിക്കിൾ, കോൺകോഡ്, ടെൻസ് ആൻഡ് ടൈം, പ്രപ്പോർഷൻസ്, അതേപോലെ തന്നെ ഫേഷ്യൽ വെർബുകൾ, ഡിറ്റർമൈനേഴ്സ്, അതുപോലെ ജെറൻസ്, ലിങ്കേഴ്സ്, ഓക്സിലറീസ്, വൊക്കാബുലറി, അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതായത് പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് സ്കിൽസ്, ഒബ്ജക്റ്റീവ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP ക്ലാസ്സസ്, അസൈൻമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. ഇതാണ്. അടുത്ത പാർട്ട് 6 വരുമ്പോൾ മലയാളമാണ്. അതും 10 മാർക്കാണ്. സാഹിത്യപരം, കവിതാ സാഹിത്യം, കഥാസാഹിത്യം, അതുപോലെ നോവൽ, ആത്മകഥ, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം. ഭാഷാപരമായിട്ട് വരുമ്പോൾ ഭാഷാചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, 10ാം തരം നിലവാരമാണ് വരെയുള്ള പ്രായോഗിക വ്യാകരണം, ടെക്സ്റ്റ് ബുക്കിലുള്ള കൊടുത്തിട്ടുള്ള പ്രായോഗിക വ്യാകരണം നമ്മൾ നോക്കണം. അടുത്ത പദശുദ്ധി, പദങ്ങളും അതുപോലെ തന്നെ സന്ധികളുടെ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് പദശുദ്ധി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദങ്ങളും അതുപോലെ തന്നെ സമാസിക്കലും അതുപോലെ വിഗ്രഹിക്കലും, വാക്യരൂപങ്ങൾ, അനുപ്രയോഗം, വാക്യഘടനയും വാക്യശുദ്ധിയും, ലിംഗം, വചനം തുടങ്ങിയവ, പിന്നെ അതേപോലെ കാലം, അർത്ഥബോധം, അതായത് പദങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, വാക്യസന്ദർഭങ്ങൾ, കാവ്യസന്ദർഭങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ കാവ്യബോധം, അതിൽ കവിത, ഗദ്യം, പഴഞ്ചൊല്ല് തുടങ്ങിയവയുടെ അലങ്കാരം, ധ്വനി, ഇവ ഉള്ള കണ്ടെത്തലാണ്. അടുത്ത അവതാരണം, ഗദ്യം, അതുപോലെ അവതാരം, പദ്യം. അടുത്ത ബോധന ശാസ്ത്രപരമാണ്, ഉദ്ഗ്രഥിക സമീപനവും അതുപോലെ ഭാഷാ പഠന സിദ്ധാന്തങ്ങളും, ആസൂത്രണം,
തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം, വിലയിരുത്തൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് ഞാൻ പറഞ്ഞു പോയത്. കാരണം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് ഇനി ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഓരോ പാർട്ടിലും പറഞ്ഞ കാര്യങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ കാണും. കാരണം എനിക്കൊന്ന് 2024 ഒന്ന് ഈ സിലബസ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ഇതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നമുക്ക് 2027 എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള സിലബസാണിത്. അപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്നിട്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.